നമസ്കാരം. ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം കർണാടക കോൺഗ്രസിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് പദവി ഒഴിഞ്ഞ് രാജ്യസഭയിലൂടെ ഡൽഹിയിലേക്ക് മാറി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതായാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള പുതിയ വെളിപ്പെടുത്തൽ. ഈ നിർദ്ദേശപ്രകാരം വരാനിരിക്കുന്ന അധികാരമാറ്റം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ കർണാടകത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്നാൽ ഈ നീക്കത്തോട് മുതിർന്ന നേതാവായ സിദ്ധരാമയ്യ ഇതുവരെ പൂർണ്ണമായി യോജിച്ചിട്ടില്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിലവിൽ തന്റെ അടുത്ത മന്ത്രിമാരുമായും വിശ്വസ്തരുമായും തീവ്രമായ ചർച്ചകളാണ്. രാജ്യസഭയിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സിദ്ധരാമയ്യയ്ക്ക് ഡൽഹിയിൽ സംഘടനാപരമായോ ഭരണപരമായോ ഉള്ള വലിയ ചുമതലകൾ നൽകാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം അദ്ദേഹത്തിന്റെ മറ്റ് ആശങ്കകളും പ്രശ്നങ്ങളും പാർട്ടി കൃത്യമായി പരിഹരിക്കുമെന്ന ഉറപ്പും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനൻ ഖർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടകയുടെ ചുമതലയുള്ള രൺദീപ് സുർജേവാല എന്നിവർ പങ്കെടുത്ത സുപ്രധാനമായ ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ പുറത്തുവന്നത്. എന്നാൽ ഇത്തരം നേതൃമാറ്റ വാർത്തകൾ പുറത്തു വരുമ്പോഴും സിദ്ധരാമയ്യയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചർച്ചകൾ രാജ്യസഭ, കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നതായും വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രൺദീപും പങ്കെടുത്ത യോഗത്തിലെ മുഴുവൻ ചർച്ചയും രാജ്യസഭ MLC സീറ്റുകളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നുവെന്നും മാധ്യമങ്ങളിൽ വരുന്ന മറ്റ് ഊഹാപോഹങ്ങളെല്ലാം അസത്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ ചർച്ചകൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പും MLC തെരഞ്ഞെടുപ്പും ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. നിങ്ങൾ ഊഹിച്ചതൊന്നും സത്യമല്ല. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രൺദീപും യോഗത്തിൽ പങ്കെടുത്തു. മുഴുവൻ ചർച്ചയും രാജ്യസഭ MLC സീറ്റുകളിൽ മാത്രമായിരുന്നു. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക, KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അങ്ങനെയാണ്. എന്തായാലും പുറമേ ശാന്തമാണ്, അകമേ തിളച്ചു മറിയുകയാണ്. ഔദ്യോഗികമായി ഒക്കെ നിഷേധിക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം കർണാടകയിലെ സാധ്യമായ മാറ്റത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൃത്യമായ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പുതിയ സംഭവ വികാസങ്ങൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കർണാടക കോൺഗ്രസിനുള്ളിൽ നിലനിന്നിരുന്ന അധികാര പങ്കിടൽ ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്. അന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ അനുയായികളുടെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്കിടയിലാണ് പുതിയ നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. നേതൃമാറ്റം അന്തിമമായാൽ സിദ്ധരാമയ്യയ്ക്ക് പകരം DK ശിവകുമാർ വന്നേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ കർണാടക കോൺഗ്രസിനുള്ള രാഷ്ട്രീയ ചർച്ചകൾ എന്തായാലും കൂടുതൽ ശക്തമായിട്ടുണ്ട്. എന്നിരുന്നാലും ഡൽഹിയിലെ യോഗസ്ഥലത്തു നിന്നും മടങ്ങുമ്പോൾ സിദ്ധരാമയ്യയോ ശിവകുമാറോ ഈ നേതൃമാറ്റ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ അവകാശവാദങ്ങൾ സംസ്ഥാന ഘടകത്തിനുള്ളിലെ രാഷ്ട്രീയ സംവാദങ്ങളെ വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്.